ഹലോ, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ആലു പറാട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ആദ്യം ചപ്പാത്തി മാവ് കുഴച്ച് വെക്കുക. ഞാൻ ഇവിടെ 6 ചപ്പാത്തി ഉണ്ടാക്കാനുള്ളത് എടുത്തേക്കുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഒരു 4 എണ്ണം, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ഒരു ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചത്, പിന്നെ 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളൊരു ചോപ്പർ എടുക്കും. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും അതിലേക്കിടും. ഉള്ളി കടിക്കാൻ പാടില്ല, അതുകൊണ്ട് നന്നായിട്ട് അത് ചെറുങ്ങനെ ചോപ്പ് ചെയ്തിടണം. പിന്നെ മല്ലിച്ചപ്പ് ചോപ്പ് ചെയ്തിടും. പിന്നെ പച്ചമുളക് നുറുക്കിയത്, പിന്നെ ഇഞ്ചി നുറുക്കിയത്. ഇത് നന്നായിട്ട് ചോപ്പറിൽ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് പീൽ ചെയ്തെടുക്കും. ഉരുളക്കിഴങ്ങ് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറേ മുന്നേ വേവിച്ച് വയ്ക്കണം. ചൂടോടെ യൂസ് ചെയ്യാൻ പാടില്ല, അത് തണുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഫില്ലിങ് വാട്ടറി ആവും. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും മല്ലിച്ചപ്പൊക്കെ എടുത്ത് വെക്കുക. പിന്നെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ചാട്ട് മസാല അല്ലെ ആംചൂർ പൗഡർ യൂസ് ചെയ്യാം. ആംചൂർ പൗഡർ ഇല്ല, അപ്പോൾ ഞാൻ ഇതാ യൂസ് ചെയ്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതൊക്കെ കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. നമ്മുടെ പൊട്ടാറ്റോസ് മാഷ് ചെയ്യണം, കടിക്കാൻ പാടില്ല. അധികം അങ്ങനെ തീരെ സ്മൂത്ത് ആവണമെന്നില്ല, കുറച്ച് ചെറിയ കഷ്ണങ്ങളുണ്ടായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ പരത്താൻ തുടങ്ങുകയാണ്. ഫില്ലിങ് ഒക്കെ വെച്ചിട്ട് പരത്താൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു ഡോ എടുക്കുക. അത് നല്ല സ്മൂത്തായിട്ട് കൈൻ്റെ അടിയിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുക. പിന്നെ നല്ല പൊടി തടവുക. പിന്നെ റോളിങ് പിൻ കൊണ്ട് ഒന്ന് പരത്തി ചെറിയൊരു ഡിസ് ഷേപ്പിൽ എടുക്കുക. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നന്നായിട്ട് പ്രസ് ചെയ്യുക. ഒരു പോക്കറ്റ് പോലെ ഉണ്ടാവണം. എന്നിട്ട് അതിൻ്റെ സൈഡ്സ് എഡ്ജസ് പരത്തിയിട്ട് എടുക്കുക. ഇപ്പോൾ കുഴി പോലെയായി. ഇനി അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഫില്ലിങ് വെക്കും. എന്നിട്ട് എഡ്ജസ് കൂട്ടി തമ്മിൽ യോജിപ്പിക്കും. എന്നിട്ട് റോൾ ചെയ്തെടുക്കും. എന്നിട്ട് നന്നായിട്ട് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക. പലകയെ നന്നായിട്ട് ആട്ടപ്പൊടി ഇട്ട് വയ്ക്കുക. എന്നിട്ട് പതുക്കെ പരത്തിയെടുക്കുക. ഫില്ലിങ് എല്ലാം സ്പ്രെഡായി വരണം. അപ്പോൾ പതുക്കെ പരത്തിയെടുക്കുക. നിങ്ങൾക്ക് നേർങ്ങനെയാക്കാം, കുറച്ച് കട്ടിയിൽ വേണമെങ്കിലും പറാട്ട ഉണ്ടാക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ആദ്യം ഒരു തവ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആലു പൊറോട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ മുകളിൽ ഗീ സ്പ്രെഡ് ചെയ്യുക. സൈഡിലും ഗീ ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് നേരം വെക്കുക. എന്നിട്ട് ഫ്ലിപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രൗൺ സ്പോട്ട്സ് കാണാൻ പറ്റും. ബ്രൗൺ സ്പോട്ട്സ് വരുന്നവരെ അത് ചൂടാക്കണം. പിന്നെ വീണ്ടും ഗീ ഇടുക. അങ്ങനെ ഓരോ സൈഡ് കുക്ക് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ, ഇല്ലേ ബേൺട്ടാവും, ഉള്ളു വേവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്
കുക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ആലു പറാട്ട റെഡിയായി. ഇത് സോസിൻ്റെ കൂടെയോ ചട്നീൻ്റെ കൂടെയോ അച്ചാറിൻ്റെ കൂടെയോ തൈരിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ് ആൻഡ് ഫില്ലിംഗ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.